ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റർ തസ്തികയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്തത്. അതേപോലെ തന്നെ ബിടെക് യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന മറ്റു ചില പോസ്റ്റുകളും ഉണ്ട്. അതിൽ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഡിഗ്രിയും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പകരം ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും അതേപോലെ തന്നെ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും ഡിപ്ലോമ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ 2 പോസ്റ്റുകളാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് കാറ്റഗറി നമ്പർ 197/2024 ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. ഇത് വന്നിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് എന്ന് പറയുന്നതിലേക്കാണ് ഈ ഒരു എന്ത് ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 23,700 മുതൽ 52,600 ആണ്. ഇതിലെ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ ITI ഇലക്ട്രീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും അതേപോലെ തന്നെ KGC കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് ടൈമിലെ പ്രീവിയസ് ഇയർ ക്വാളിഫിക്കേഷൻസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് NTC ഇലക്ട്രീഷ്യൻ എന്നുള്ളതിന് ഇക്വലൻ്റ് ആയിട്ട് പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്. അതേപോലെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സാധ്യത തന്നെയാണ്. പിന്നെ ഇതിലെ നമ്പർ ഓഫ് വേക്കൻസി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വേക്കൻസി എന്നാണ് അല്ലേ കാണുന്നത്. മിക്കവാറും ഒരു വേക്കൻസി കാണുന്ന പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല, അപ്ലൈ ചെയ്യാറില്ല അല്ലേ. നമ്മൾ വേക്കൻസി കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കും. മനസ്സിലാക്കുക, കഴിഞ്ഞ തവണ 33 അഡ്വൈസ് പോയിട്ടുണ്ട് ഈ ഒരു തസ്തികയിലേക്ക് കേട്ടോ. 33 അഡ്വൈസ് പോയിട്ടുണ്ട്. മാത്രമല്ല ഈ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പയർഡ് ആയിട്ടുണ്ട്. സോ അടുത്ത തവണയും നല്ലൊരു വേക്കൻസി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ നിലവിലെ ഒഴിവ് മാത്രമാണ് 1 എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ നമ്പർ ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 33 വരെ പോയത് കൊണ്ട് തന്നെ നല്ലൊരു വേക്കൻസി നമുക്ക് ഈ ഒരു പോസ്റ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 14 അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. രണ്ടാമതൊരു പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 196/2024 ആണ്. ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ട്രേഡിലുള്ള ആളുകൾക്കാണ്. അതായത് ഇവിടെ വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ട്രേഡ്സ്മാൻ ടേണിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് കേട്ടോ. ട്രേഡ്സ്മാൻ ടേണിംഗ് ആണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ് കേട്ടോ. 26,500 മുതൽ 60,700 ആണ്. നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി തന്നെ വളരെ മികച്ച വേക്കൻസിയാണ്. 17 വേക്കൻസി സ്റ്റേറ്റ് വൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കൂടും, കുറച്ചുകൂടി നല്ല നമ്പറിലേക്ക്. കാരണം ചെറിയ നമ്പറിൽ വരുന്ന വേക്കൻസി പോലും ഒരുപാട് ഹൈ ആവാറുണ്ട്. ഇപ്പം വന്നിരിക്കുന്നതിന് 17 ആണ്. ഡെഫിനറ്റ്ലി അത് ഒരു 100ൻ്റെ അടുത്തേക്കൊക്കെ എത്തിക്കൂടായികയല്ല, അല്ലെങ്കിൽ 50ൻ്റെ മുകളിലൊക്കെ എന്തായാലും പോസ്റ്റിംഗ് വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് കൂടി നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻസ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അല്ലെങ്കിൽ പാസ് ഇൻ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓർ ഇക്വലന്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, പാസ് ഇൻ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ആണ്. അതായത് NTC ടേണർ കഴിഞ്ഞ ആളുകൾക്ക് എല്ലാം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പ്രീവിയസ് സെലക്ഷനിൽ വന്നിരിക്കുന്നത് ITI ഓർ ITC മെഷീനിസ്റ്റ്, NTC മെഷീനിസ്റ്റ്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഓട്ടോമൊബൈൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ഉണ്ട്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയും ഇക്വലന്റ് ക്വാളിഫിക്കേഷനും ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിന് ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. സോ ഈ 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുക, August 14 മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക. 2 കോഴ്സുകൾ നമ്മൾ എൻട്രിയിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.